അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുർ റഹ്മാൻ എന്ന. അതിൽ അല്ലാഹു ഓരോ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് അല്ലാഹു എടുത്തു ചോദിക്കുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. الرحمن علم القرآن خلق الإنسان علمه البيان والشمس والقمر بحسبان والنجم والشجر يسجدان. ഏതാണ്ട് ആയത്തുകളിൽ ഓരോന്നോരാനായി മാനവരാശിക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് ഇടയ്ക്ക് കയറിയിട്ട് അല്ലാഹു ചോദിക്കുക, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതെല്ലാം അറിഞ്ഞിട്ടും പടച്ചറബിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. 17 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചാവർത്തിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് പടച്ചറബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ. നമ്മുടെ ഭാര്യ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാ. നമ്മുടെ മക്കള് പടച്ചറബ് നമുക്ക് നൽകിയ അനുഗ്രഹമാ. നമ്മുടെ സമ്പത്ത് നമ്മുടെ അനുഗ്രഹമാ. നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ അനുഗ്രഹമാ. നമ്മുടെ സൗന്ദര്യം നമ്മുടെ അനുഗ്രഹമാ. നമ്മുടെ ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ. നമ്മുടെ ആയുസ് നമ്മുടെ അനുഗ്രഹമാ. അന്തരീക്ഷവായു നമ്മുടെ അനുഗ്രഹമാ. ഇങ്ങനെ 10,000 കോടാനുകോടി അനുഗ്രഹത്തെ പറഞ്ഞ് അല്ലാഹു ചോദിക്കുന്ന ഒരേ ഒരായത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. 1000 അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോ ചോദിക്കുകയാണ്, അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. അല്ലാഹു പറയുകയാണ്, അലം നജ്അലിൽ അർള മിഹാദാ. ഈ പ്രവിശാലമായ ഭൂമി എന്ന ഗോളത്തെ ധ്രുവങ്ങളിൽ മെല്ലെ വളർന്നിട്ട് വലതുഭാഗത്ത് തളർന്നു നിൽക്കുന്ന ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു കട്ടില് പോലെ വിരിച്ചു തന്നില്ലയോ? എന്ന് മാത്രമല്ല, വൽ ജിബാല ഔതാദാ. വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളാകൃതിയുള്ള ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ജീവിക്കുമ്പോ ആ ഭൂമി നിങ്ങളെയും കൊണ്ട് മറിയാതിരിക്കാൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനം എപ്പോഴും ചാഞ്ചാടുമെന്നിരിക്കെ ആ സാധനത്തിന്റെ ചാഞ്ചാടാതിരിക്കാൻ അതിന്റെ മുകളിലേക്ക് പർവ്വതങ്ങളെ ആണിയാക്കി ഞാൻ ഉറപ്പിച്ചു തന്നില്ലയോ? ആദ്യം അല്ലാഹു ചോദിക്കുന്നത് ഭൂമി എന്ന അനുഗ്രഹത്തെ കുറിച്ചാ, രണ്ടാമത് പർവ്വതത്തെ കുറിച്ചാ, മൂന്നാമത് അല്ലാഹു ചോദിക്കുകയാ വഖലഖനാകും അസ്വാജാ. ആ കട്ടില് പോലെ വിരിച്ചിട്ടിരുന്ന ഭൂമിയുടെ മുകളിൽ പരസ്പരം ഇളകാതെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെയും തന്നില്ലയോ? നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഉള്ളില് പാതിരാ സമയത്ത് മൗനാനുരാഗത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കെട്ടിപ്പിടിച്ച് ശീൽക്കാര ശബ്ദത്തോടെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെ തന്നില്ല മനുഷ്യ. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ വിഷയം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ, ഓ വജഅൽനാ നൗമകും സുബാതാ. അല്ലാഹു പറയുകയാണ്, അടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ അല്ലാഹു ചോദിക്കുന്നത് എന്താ? വജഅൽനാ നൗമകും സുബാതാ. നിന്റെ വിശ്രമത്തിന് വേണ്ടി നിനക്ക് ഞാൻ ഉറക്കത്തെ തന്നില്ലയോ? അതിരമാരെ ശ്രദ്ധ പതിപ്പിക്കാത്ത പലരും അശ്രദ്ധമായി കളയുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹത്തിൽപ്പെട്ട ഈ അനുഗ്രഹത്തിൽ നിന്ന് നമുക്കിന്ന് നമ്മുടെ ഒരു ദിവസം തുടങ്ങാം. മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ? ഏറ്റവും വലിയൊരു അനുഗ്രഹം പടച്ചറപ്പിനെ ആസ്വദിച്ചുകൊണ്ടാ. ആ അനുഗ്രഹം ഏടെന്നറിയോ? നിങ്ങൾ ആരും അനുഗ്രഹത്തെ കുറിച്ച് ഇതേവരെ ചിന്തിച്ചിട്ടില്ല. അനുഗ്രഹമാണ് വജഅൽനാ നൗമകും സുബാതാ.
നിങ്ങളുടെ വിശ്രമത്തിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറക്കം തന്നില്ലയോ? പടച്ച തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ ഉറക്കം. ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് വിശ്രമത്തിനുതകുന്ന ഉറക്കം തന്നില്ലയോ? ഉറക്കം എപ്പോഴും സുബാത്തായിരിക്കണം. അതുകൊണ്ടാണ് ബസിന്റെ സീറ്റിൽ ചാടിയിരുന്നുറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ഉറക്കത്തിന്റെ ആഗ്രഹം തീരില്ല. ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലിരുന്ന് ഉറങ്ങിയാൽ ഉറക്കം ശരിയാവില്ല. ആ ഉറക്കം സുബാത്താവണോ? അത് വിശ്രമമാകണോ? നിന്റെ വീട്ടിൽ ചരിച്ചിട്ട കട്ടിലിന്റെ മുകളിൽ സന്തോഷമായിട്ടൊന്നുറങ്ങാ. പൊന്നുമോനെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ ഉറങ്ങാൻ കഴിയുക. എത്രയോ ആളുകളാണ് ഉസ്താദേ ടെൻഷൻ കാരണം ഉറക്കമില്ല. ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോ അള്ളാഹു പറയുകയാണ്, നിനക്ക് ഞാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ചിറപ്പ് പറയുകയാ ഉറക്കമാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് എവിടെ നിന്നാ? അവൻ രാവിലെ ഉറക്കമെഴുന്നേൽക്കുകയാ, ആദ്യത്തെ ദിവസത്തിന്റെ ആരംഭം കുറിക്കുകയാ. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോനെ, ആദർശത്തിന്റെ തിരുദൂതരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത്, ആദ്യം നിന്റെ ജീവിതത്തിന്റെ തുടക്കം നിർവഹിക്കുമ്പോ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങാൻ പോവുകയാ. അവർ എഴുന്നേൽക്കുകയാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ സമയത്തൊരു ദിവസം ആദ്യമായിട്ടൊരു വിശ്വാസിയുടെ ദിവസം തുടങ്ങുമ്പോ അവൻ ആദ്യം പറയേണ്ട വാക്കേടാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുടനെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്നെ കേൾക്കാനെത്തിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് വെറുതെ ബാക്കി ഒരു പ്രഭാഷണത്തിന് വേണ്ടി പറയുന്നതല്ല. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയൊന്നു മാറാൻ, ശൈലിയൊന്നു മാറാൻ ആദ്യം നമ്മൾ തുടങ്ങുമ്പോ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം ഉറക്കത്തിൽ എഴുന്നേറ്റാലുടനെ ആദ്യം നമ്മുടെ നാവ് പൊടിയേണ്ട വാക്കേടെന്നറിയോ? അത് പടച്ചറപ്പിന്റെ തസ്ബീഹാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ, സർവസ്തുതി കീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഒരു മരണത്തിന് ശേഷം ഞാനിതാ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ. ഒരു മരണം കഴിഞ്ഞു റബ്ബേ, കഴിഞ്ഞ 8 മണിക്കൂറായി ഞാൻ മരണത്തിലായിരുന്നു. ഇപ്പോൾ നീ എന്റെ അവയവങ്ങളെ സജീവമാക്കിയിട്ട് എനിക്ക് ജീവിതം തന്ന അല്ലാഹ് എന്നാദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങേണ്ടതെന്ന് ധരവായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഉറക്കം. എഴുന്നേറ്റാൽ ഉടനെ പറയണം അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. തുടങ്ങാണെന്ന് നമ്മൾ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്തുകൊണ്ടാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുമ്പം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതിന്റെ കാരണം എന്താ? 3 കാരണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം പടച്ച റബ്ബിനെ സ്തുതിച്ചു, അള്ളാനെ അറിഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തിനാ അത് പറയുന്നത്? എന്തിനാ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. എത്ര കാരണം? എന്ത് പറയാൻ? അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, രാത്രിയിൽ നന്നായി ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഒരാൾക്ക് കൃത്യമായി ഉറക്കം കിട്ടിയാലേ അവന് അന്നത്തെ പകലിൽ ഉന്മേഷം ഉണ്ടാവും. ഇല്ലെങ്കിൽ പാതിരാ സമയം പകലിരുന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ ഞാൻ സുബാത്ത്,
ഉറക്കം സുബാത്താണ്. എല്ലാ ഉറക്കം കൊണ്ട് ഉന്മേഷം ഉണ്ടാവില്ല. നിസ്കാരത്തിരുന്ന് ഉറങ്ങും, ജുമയ്ക്ക് ഖുതുബയുടെ ഇടയിൽ ഉറങ്ങും. ആ ഉറക്കമൊക്കെ ഒരു ഉന്മേഷത്തിന്റെ ഉറക്കമല്ല. ഉറക്കം എപ്പോഴും സുബാത്താവണം. സുബാത്താകണമെങ്കിൽ ആ ഉറക്കം രാത്രിയിലാവണം. ആ രാത്രിയിലെ ഉറക്കം കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞാലേ നമുക്കെല്ലാവർക്കും ഉന്മേഷമുണ്ടാവൂ. ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കത്തിന്റെ വില എന്താ? യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശരിയായ ഉറക്കം കിട്ടാതിരുന്നാൽ ആ മനുഷ്യന് പകലിൽ ഉന്മേഷമുണ്ടാവില്ലെന്ന് മാത്രമല്ല, അവൻ അറിയാതെ ഭ്രാന്തനായി പോവുകയാ. പലപ്പോഴും പറയാറില്ല ഉസ്താദേ, ഉറക്കമില്ലാതെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പാതിരാ സമയത്ത് കിടക്കുമ്പോ ഈ കണ്ണടയുന്നത് പോലും, നിദ്ര ഞങ്ങളെ തടുകി തലോടുന്നത് പോലും നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു 3 ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്ന ആ മനുഷ്യൻ ഭ്രാന്തനായി പോകുമെങ്കിൽ എന്തിനേറെ സഹോദരങ്ങളെ, കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോ ചൈനയിലെ ഫുട്ബോൾ പ്രേമികൾ കുറെ ആളുകൾ, ഏതാണ്ട് ഒരാൾ 3 ദിവസം ഉറക്കമളച്ചിട്ട് പാതിരാ സമയത്ത് ഫുട്ബോൾ കണ്ടപ്പോ 3-ാമത്തെ ദിവസം ആ മനുഷ്യൻ ഫുട്ബോൾ കണ്ടതിന്റെ ഇടയിൽ മരിച്ചു പോവുകയാ. ആ മനുഷ്യന് ക്യാൻസർ വന്നിട്ടല്ല, അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതല്ല, ആ മനുഷ്യന് വേറൊരു രോഗമുണ്ടായിട്ടല്ല. 3 ദിവസം തുടർച്ചയായി ഉറക്കമില്ലാതെ വന്നപ്പോ ചൈനയിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് മരിച്ചു പോയെങ്കിൽ, ഉറക്കമില്ലാത്ത അവസ്ഥ പോലും ഭ്രാന്തമായ മരണത്തിലേക്ക് നടക്കുമെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ! ആ അനുഗ്രഹത്തിന്റെ പേരിലാണ് അള്ളാഹുവേ എനിക്ക് നന്നായിട്ടൊന്ന് കിടക്കുമ്പോ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ സമനില തന്നെ തെറ്റിപ്പോകുമല്ല. അതുകൊണ്ട് അള്ളാഹുവേ ആ ഉറക്കം എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ തന്ന, ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണല്ലാ. വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, ഒരു ദിവസം തുടങ്ങുമ്പോ എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ? ഉറക്കത്തീന്നെഴുന്നേറ്റാളുടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് ഉന്മേഷമുണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ശരിയാവും. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു കൊള്ളുക. രണ്ടാമത്തെ കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അന്നൗമ അഖുൽ മൗത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാ, ഉറക്കം മരണത്തിന്റെ സഹോദരനാ, ഉറക്കം മരണത്തിന്റെ സഹോദരനാ. നീ ഒരു മരണം കഴിഞ്ഞെഴുന്നേറ്റതാണ്, നിന്റെ ജീവിതത്തിലെ ഒരു മരണം നടന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാ. എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാതിരാ സമയത്ത് ഇശാ നമസ്കാരം കഴിഞ്ഞ് കിടപ്പറയിലോട്ട് പോയി കിടന്ന രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഓരോ ദിവസവും ഓരോ മനുഷ്യനും ഒരു പ്രാവശ്യം മരിക്കുന്നുണ്ട്. ആ മരണം എപ്പോഴാത് ഉറക്കം ഒരു മരണമാ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് ബാക്കി വെറുതെ പറഞ്ഞതല്ല, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയട്ടെ. നമ്മളെല്ലാവരും വീടിന്റെ ഉള്ളിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ, ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോ, മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ നമ്മൾ അറിയാത്തൊരത്ഭുതം നടക്കുന്നുണ്ട്. ജീവിതമേ ഒരത്ഭുതമാണ്, അത്ഭുതമേ ഈ ജീവിതം. ആരും അറിയാതെ പോരേടത്തെ പള്ളിക്കല് ഗണപതി നടയുടെ ഭാഗത്തുള്ള വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്തൊരു വലിയ അത്ഭുതമായ കർമ്മം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അള്ള തന്നെ പറയുന്നുണ്ട് ഖുർആനിലൂടെ, ഇത് വാറോല പറയുന്നതല്ല. നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ അള്ളാഹു പറയുകയാണ്, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുതു ഫീ മനാമിഹാ ഫയുംസികുല്ലതി ഖലാ അലൈഹിൽ മൗത് വയുർസിലുൽ അല്ലാഹ് പറയുകയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, പാതിരാ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു ഓരോരുത്തരെയും മരിപ്പിക്കുകയാ.
നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോ ഓരോരുത്തരെ, ഞാൻ ഉറങ്ങുമ്പോ അഹമ്മദ് കബീറിന്റെ റൂഹിനെ, നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു വിളിക്കുമത്രേ. അള്ളാഹു പറയുകയാണ്, വല്ലതി ലം തമുതു ഫീ മനാമിഹാ ഫയുംസികുല്ലതി ഖലാലൈഹൽ മൗത്. ആരുടെ മരണമാണോ പാതിരാ സമയത്ത്, അന്നത്തെ പാതിരാത്തിരവന് മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂഹ് പിന്നീട് ശരീരത്തോട്ട് തിരിച്ചു വരില്ല. അള്ളാഹു പറയുകയാണ്, പടച്ചറപ്പിന്റെ അടുക്കലേക്ക് വിളിക്കുമ്പോ പിന്നെ ആ റൂഹ് വരില്ല മോനെ. രാവിലെ എഴുന്നേക്കാൻ നിനക്ക് കഴിയില്ല. ചില റൂഹുകളെ അള്ളാഹു തിരിച്ചു വിടില്ല, ആ രാത്രിയിൽ തന്നെ മരിപ്പിക്കുകയാ. അതല്ല വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ചില റൂഹുകളെ അള്ളാഹു തിരിച്ചു പറന്നു വിടും. രാവിലെ എഴുന്നേറ്റ് ഒരു പകല് കൂടി നിന്റെ ആയുസിനുണ്ടാവട്ടെ. അന്ന് രാത്രി വീണ്ടും തിരിച്ചു വിളിക്കും. പോരേടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് നിന്റെ വീടിന്റെ ഉള്ളിൽ നീ കിടന്നുറങ്ങുമ്പോ നിന്റെ ആത്മാവ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ. അതിനെങ്ങാനും അള്ളാഹു തിരിച്ചിനി ആ ശരീരത്തിൽ വീണ്ടെന്ന് തീരുമാനിച്ച രാവിലെ അന്ന് ലോഹറിന് നിന്റെ മയ്യത്തിന്റെ കുടിമോനെ പോരേടത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കുരുക്കപ്പെടും. പാതിരാ സമയത്ത് സെക്കൻഡ് ഷോയും കണ്ട് കള്ളുകുടിക്ക് വീർത്ത വയറുമായി കിടത്തുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മദ്യപിച്ച കള്ളും വയറ്റുള്ളിൽ കിടന്നിട്ട് മരന്ന് കിടക്കുമ്പോ ഓർക്കുന്നുണ്ടോടാ പൊന്നുമോനെ, എന്റെ റൂഹ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ. അല്ലാഹു തിരിച്ചു വിടണ്ടെന്ന് തീരുമാനിച്ച ഒരു മുഴുക്കുടിയനായ രീതിയിൽ നീ പടച്ചറപ്പിന്റെ മുമ്പിൽ മരിച്ചു വീടുകയാ. നിന്റെ ഖബറിന്റെ അവസ്ഥ എന്താ? നിന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്താ? മരണമെന്ന് പറഞ്ഞാൽ അതും ആ ഉറക്കമെന്ന് പറഞ്ഞാൽ അത് മരണത്തിന്റെ സഹോദരനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വീണ്ടും വിചാരത്തിന് തയ്യാറെടുക്കുക. സെക്കൻഡ് ഷോയും കഴിഞ്ഞ് മദ്യപിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോ ഒരു തുള്ളി മദ്യം വയറ്റുള്ളിൽ കിടന്നിട്ടാ എഴുന്നേക്കാ കടിയില്ല മോനെ, തിരിച്ചു വരില്ലടാ മോനെ. ആരടി മണ്ണിലേക്ക് പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ആ സമയത്ത് ചില ആളുകളെ ഞാൻ മരിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം നമ്മോട് പറഞ്ഞത്. രാവിലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വന്ന് രാവിലെ കണ്ണു തുറന്നെഴുന്നേക്കുമ്പോ ഒരു ദിവസം നിന്നെ മക്കളെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞാൽ, ഭാര്യ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ, ആ സമയത്ത് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. റബ്ബേ, ഒരു മരണം കഴിഞ്ഞ് നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ എഴുന്നേൽക്കല് താൽക്കാലികമാ. വഇലൈഹിൻ നുശൂർ, അവസാനം നിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു വരുമല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മരണത്തിന്റെ സഹോദരന ഒരു മരണം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്. രാവിലെ ഉറക്കം വിളിച്ചു എഴുന്നേറ്റില്ല. കാരണം എന്താ? അവരെത്രയോ ആരോഗ്യത്തോടു പോയി കിടന്നവരാ. രാവിലെ പാതിരാ സമയത്ത് ഉറക്കത്തിന് പോകുമ്പോ അവരെത്ര കീർത്തിയുള്ളവരാ, അവരെത്ര ആരോഗ്യമുള്ളവരാ. പക്ഷേ രാവിലെ തട്ടി വിളിക്കുമ്പോ വാപ്പാടെ ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോയി, എവിടെയാന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനില് മണക്കാട് ജുമാ മസ്ജിദിൽ ഞാൻ ജോലി ചെയ്യവേ, മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് അൽഫാ അബ്ദുൽ ഖാദർ ഹാദി അന്നത്തൊരു മരണത്തിന്റെ കഥ പറഞ്ഞെന്നോട്. വൈകുന്നേരം അന്നത്തെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഏറ്റവും വലിയ സംഘടനയായ മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റാ, റിട്ടയർഡ് IAS കാരനാ. തലേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സൽക്കരിച്ചപ്പോ വെജിറ്റേറിയൻ ഭക്ഷണമാ.
അയാള് പറഞ്ഞു എനിക്ക് വെജിറ്റേറിയൻ അല്ല, നാളെ വൈകുന്നേരം ഞാൻ വരും, ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കണം, മാംസത്തിന്റെ ഭക്ഷണം. കൂട്ടുകാരാ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം അന്നത്തെ ദിവസം പിറ്റേ ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാംസത്തിന്റെ വിഭവങ്ങൾ ഒരുങ്ങി. തലേ ദിവസം യാത്ര പറഞ്ഞു പിറ്റേ ദിവസം ഭക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞ് അന്ന് തലേ ദിവസം രാത്രി 12 മണിയായി. അൽവാദി എന്നോട് പറഞ്ഞു ഉസ്താദേ ഫോൺ നിർത്താതെ ബെല്ലെടുക്കുന്നുണ്ട്. എന്താന്ന് പോയി ബെല്ലെടുക്കുമ്പോ ഫോൺ എടുക്കുമ്പോൾ റിട്ടയർഡ് ഐപിഎസുകാരന്റെ ഭാര്യ മറുഭാഗത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ഭർത്താവ് ഉറങ്ങാൻ കിടന്നടാ. പാതിരാ സമയത്തൊന്ന് വിളിച്ചു നോക്കിയപ്പോ വിയർപ്പിൽ വല്ലാതെ മുങ്ങിക്കുളിച്ചു കിടക്കുന്നു. വിളിച്ചിട്ട് എന്റെ ഭർത്താവ് അനങ്ങുന്നില്ല. റിട്ടയർഡ് ഐപിഎസുകാരൻ മരിച്ചുപോയി. ഭാര്യയോട് കിടപ്പറയിൽ കെട്ടിപ്പിടിച്ച് കിടന്നടാ. പാതിരാ സമയത്ത് അസ്റായീൽ വന്നു. ആ മനുഷ്യൻ അവിടെ കിടന്നു പിടഞ്ഞു. അസ്റായീൽ എന്ന മരണദൂതം വന്നപ്പോ അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിഞ്ഞില്ല. അടുത്ത് കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് മരണം നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. പിറ്റേ ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാംസത്തിന്റെ ഭക്ഷണം ഒരുക്കിയപ്പോ പിറ്റേ ദിവസം അസറായപ്പോ ആ മനുഷ്യന്റെ മാംസം പുഴുക്കൾ തിന്നാൻ തുടങ്ങി. പിന്നെ ആ മനുഷ്യനെ കുറിച്ച് യാതൊരു വിധ വിവരവുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ wudu എടുക്കണേ. ആ wudu എടുത്തിട്ട് ഉറങ്ങാൻ നേരത്ത് wudu എടുക്കണേ. എന്നിട്ട് wudu എടുത്തിട്ട് കട്ടിലിൽ പോയിട്ട് ഫാത്തിഹ ഓതണേ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയണേ. എന്നിട്ട് കിബിലയുടെ നേരെ തിരിഞ്ഞു കിടക്കണേ. നീ മരിക്കാൻ പോവുകയാ, നീ മരിക്കാൻ പോവുകയാ. ആ സമയത്ത് പാതിരാത്തിരങ്ങാൻ നിന്റെ റൂഹ് പോയാ അത് വുദൂവോട് കൂടിയായിരിക്കട്ടെ, അത് തസ്ബീഹ് പറഞ്ഞ നാവോട് കൂടെ ആയിരിക്കട്ടെ, അത് നിന്റെ ശുദ്ധിയോട് കൂടെ ആയിരിക്കട്ടെ. ആ സമയത്ത് നിന്റെ റൂഹ് പിടിച്ചാൽ അത് കിബിലയുടെ നേരെ ആയിരിക്കട്ടെ. അതുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയേറെ മര്യാദകൾ പറഞ്ഞത്. ഇതൊന്നും നിസ്സാരമല്ലടാ. ലോകത്തിന്റെ ആഭാസങ്ങൾ മുഴുവനും ചാനലുകളിലൂടെ കണ്ടിട്ട് മലന്ന് കിടന്നുറങ്ങുന്ന അഭിനവകാല മാംസപിണ്ഡങ്ങളായി പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ, പാതിരാ സമയത്തുറങ്ങുന്ന നേരത്ത്, ആ സമയത്തുറങ്ങുന്ന നേരത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ മറന്നു പോയ പാഠമാ. ഇദാ കാന ജുനുഹുൽ ലൈലി ഫകഫൂ സിബിയാനകും വഅഗ്ലികൂ അബ്വാബകും. രാത്രിയായ ഉമ്മ നിന്റെ വീട്ടിലെ മുഴുവൻ പാത്രങ്ങളും മൂടി വെക്കണം, നിന്റെ വാതിലുകളെല്ലാം അടക്കണം. എന്നിട്ട് നിന്റെ മക്കളെ കിടത്തി ഉറക്കണം. ആ മക്കളെ കിടത്തി ഉറക്കുമ്പോ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഫാത്തിഹ ഓതണം. എന്നിട്ട് മക്കളെ കിടത്തി ഉറക്കാവൂ. നാളെ എങ്ങാനും നിന്റെ പൊന്നുമക്കള് കണ്ണു തുറക്കാതെ വന്നാ അവര് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ രീതിയിൽ അവരല്ലാഹുവിന്റെ വാമം കേട്ട രീതിയിൽ മരിച്ചു പോകട്ടെ എന്നീ ആദാബുകളും മര്യാദകളും പഠിപ്പിച്ചിരുന്നത് എന്തിനാ? കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പരിഷ്കാരത്തിന്റെ പ്രവാഹം വന്നപ്പോ എല്ലാം വലിച്ചെറിഞ്ഞ പെണ്ണ്, എല്ലാം വലിച്ചെറിഞ്ഞ പെണ്ണ് പാതിരാ സമയത്തുറങ്ങാൻ പോകുമ്പോ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ട്, നിന്റെ ഒടുക്കത്തെ സീരിയൽ കണ്ട് ആ സമയത്ത് നപുംസകത്തെ പോലെ കിടന്നുറങ്ങാനല്ല, ഖുർആൻ ഓതി wudu എടുത്ത് കിബിലക്ക് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കണം. കാരണം മരിക്കാൻ പോവുകയാ. ഒരാൾ പറഞ്ഞു നിന്റെ മരണം ഉറപ്പാ, അരമണിക്കൂറിന്റെ ഉള്ളിൽ നീ മരിക്കും. ആ സമയത്ത് നീ ചെയ്യാവുന്നത് എന്തൊക്കെയുണ്ടോ? ഇതാ ഒരു ചെറിയ മരണം വരാൻ പോകുന്നു, നിദ്ര നിന്നെ തടുകി തലോടാൻ പോകുന്നു. രാവിലെ സൂര്യകിരണത്തിന് അരുണോദയം, നാളെ കിടക്കിന്റെ നവസ്ഥലീല സൂര്യോദയം കാണുമോ? അസ്തമയ സൂര്യന്റെ ചെഞ്ചായം മാറുമോ? നാളത്തെ ഭൂമിയുടെ ചരമഗീതം ഞാൻ കേൾക്കുമോ? നാളത്തെ കിളി പാട്ട് പാടുമോ? നാളത്തെ കുയിലിന്റെ നാദം എന്റെ ചെവിയിൽ ഞാൻ കേൾക്കുമോ? അതല്ല നാളെ രാവിലെ ഞാൻ കേൾക്കുന്നത് എന്റെ ഭാര്യയുടെ പൊട്ടിക്കരച്ചിലാകുമോ? എന്റെ മക്കളുടെ പൊട്ടിക്കരച്ചിലാകുമോ? ഫനാദാകൽ ഹബീബ് ഫലം തുജിബുഹു വഖുർബുക ഫി ദുനിയാ സരീഉൽ ഇജാബതി.
അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, കിടപ്പറയിലേക്ക് ഞാൻ പോവുകയാണ്. നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ? എന്റെ മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ എന്റെ കൂട്ടുകാർ ഉറക്കെ പറയുമോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്റെ അവസാനത്തെ ഉറക്കമോ? ഇതെന്റെ അവസാനത്തെ രാത്രിയോ? നാളെ ആയിരിക്കുമോ എന്റെ മക്കൾ യതീമീങ്ങളാവുന്നത്? വസാറബനൂക ഐതാമൻ സിഗാറാ വാനക ഇർസകൽ ബഇലുൽ ജദീദു. അല്ലാഹുവേ അല്ലാഹുവേ, അറിയില്ല എനിക്കതുകൊണ്ട് വളുവെടുത്ത് സലാത്ത് ചൊല്ലി ഇഖ്ലാസ് ചൊല്ലി ഞാൻ കിടക്കുകയാണ്. നാളെ രാവിലെ എഴുന്നേറ്റാൽ അതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് 1000 വട്ടം ആവർത്തിച്ചു പറയണം, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹു ഈ സ്തുതി കീർത്തനം, ഈ നന്മയുടെ വാക്ക് നമ്മുടെ നാവിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ടാമത്തെ കാരണം വിശദീകരിച്ചാൽ അങ്ങനെ തന്നെ വിശദീകരിച്ചു. 3, അൽഹംദുലില്ലാഹ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും. അല്ലാഹു നമുക്ക് കേൾക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, വായും വിളിച്ചിരിക്കുക. ഇത്രയും നല്ലൊരു വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ വായും വിളിച്ച് കേൾക്കുക, അന്തം വിട്ട് കേൾക്കാതെ. ഇതിന്റെ അകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ? ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ? കിടക്കാൻ പോകുമ്പോ ഒതുവെടുക്കണമെന്നൊക്കെ പറയണ ഇതുകൊണ്ടാ. മരിച്ചു പോകുമ്പോ ഒതുവോടുകൂടി പോവട്ടെ. മരിച്ചു പോകുമ്പോ ആരെങ്കിലും വളുവുള്ളവനായി മരിച്ചുപോയാൽ, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് വളുവുള്ളവനായ അവസ്ഥയിൽ മരിച്ചുപോയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ യാതൊരുവിധ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളുവുള്ള രീതിയിൽ മരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേറൊരു തടസ്സം ഉണ്ടാവില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാരണം, ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഹംദ് എന്തുകൊണ്ട്? നാളെ പരലോകത്തിൽ നമ്മൾ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഭാരം അറിയുന്നത് എപ്പോഴാ? ആ വാക്കിന്റെ ഭാരം നമ്മൾ തിരിച്ചറിയും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാനല്ല, പ്രയോജനകരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ. കേൾക്കുന്ന അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ, എനിക്കും നിങ്ങൾക്കും. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ ആയിഷ റളിയല്ലാഹു തആല നിസ്കാരപ്പാലിരുന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ചോദിച്ചു, ആയിഷ കരയുന്നതെന്തിനാ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, യാ റസൂലല്ലാഹ്, പരലോകമൊത്തിട്ട് കരഞ്ഞതാ നബിയേ. ഇതാണ് വീട്, ഇതാണ് പ്രതിഭാലോകത്തിന് ആഖിറത്തിന്റെ കുടുംബം. ഭർത്താവ് പള്ളിയിൽ നിസ്കാരത്തിന് പോയി, വീട്ടിലിരിച്ച് നിസ്കരിക്കുന്ന ഭാര്യ പരലോകമൊത്തിട്ട് പൊട്ടിക്കരയുകയാ. എന്തിനാണ് ആയിഷ കരയുന്നത് നബിയേ? പരലോകമൊത്തിട്ട് കരഞ്ഞതാണ് നബിയേ. ആഖിറമൊത്തിട്ട് കവിൾ തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്ന ആളുകൾ അവിടെ ഞാനും നിങ്ങളും അതിൽ സമന്മാരാ. എന്തിനാണ് ആയിഷ പരലോകമൊത്തത്? അല്ലാഹുവിന്റെ റസൂല് തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് ഞാൻ വന്നു നിൽക്കുമ്പോ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, ആ സമയത്ത് പരലോകത്ത് ആയിഷേകയാകുമ്പോ എന്നെ സഹായിക്കാൻ അങ്ങുണ്ടാകുമോ തിരുദൂതരേ?
ചോദ്യത്തിന് മറുപടിയായി പരലോകത്തിന്റെ നായകന്റെ പ്രതിപ്രവചനം വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നാളെ പരലോകത്ത് മൂന്ന് സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. വലാ തദിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. അന്ന് അവനവൻ പ്രവർത്തിച്ച കർമ്മങ്ങളല്ലാതെ ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പറ്റാത്ത മൂന്നവസ്ഥകൾ പരലോകത്തുണ്ട് ആയിഷ. അതിലൊന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബാക്കി രണ്ടും വിശദീകരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. ഒന്നാമതായി പറഞ്ഞത് ആയിഷ, ഈ ഭൂമിയിൽ നാം ചെയ്ത നന്മകളും തിന്മകളും അല്ലാഹു മീസാൻ എന്ന ത്രാസിൽ തൂക്കി നോക്കുന്ന സമയം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ആയിഷ, ഒരണുമണി തൂക്കം നന്മ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീസാൻ എന്ന ത്രാസിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന സമയം, മീസാൻ എന്ന ത്രാസിന്റെ ചുവട്ടിൽ ആയിഷ, അവിടെ നീ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ നോക്കില്ല ആയിഷ, നിന്നെ ഞാൻ പരിഗണിക്കില്ല ആയിഷ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയവേ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാ. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ടാത്ത, വാപ്പയ്ക്ക് മക്കളെ വേണ്ടാത്ത, ബന്ധങ്ങളായി മാറുന്ന ഇബ്രാഹിം നബി പൊന്നുമോൻ ഇസ്മായിലിനെ കണ്ടാൽ കാണാതെ പിന്തിരിഞ്ഞു പോകുന്ന മീസാൻ എന്ന ത്രാസില് പൊന്നുമോനെ ഏറ്റവും വലിയ ഭാരം കിട്ടുന്ന അമലേടാ, ഏറ്റവും ഭാരം കിട്ടുന്ന അമലേടാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. പരമാവധി അൽഹംദുലില്ലാഹ് പറഞ്ഞു. അത് മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന ത്രാസിലെ ഏറ്റവും ഭാരമുള്ള വാക്കാണ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അള്ളാന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബി, സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ അജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങള്, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ട, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ട